നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം വയ്ക്കുന്നതിന് പല ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു അഭ്യാസം ബുദ്ധൻ പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആനാപാന. ആനാപാന എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന ശ്വാസം, പുറത്തേക്ക് പോകുന്ന ശ്വാസം. ഇതിനെ നമ്മൾ വീക്ഷിക്കുക. എങ്ങനെ വീക്ഷിക്കണം? പരിമുഖം സതിം ഉപഠവിത്വ. അതായത് നമ്മുടെ മുഖത്തിന് ചുറ്റും, ഒരു സ്ഥലത്തും ഏകാഗ്രമാക്കാൻ പറയുന്നില്ല, മുഖത്തിന് ചുറ്റും നമ്മുടെ മനസ്സ് വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു എങ്കിൽ ഉള്ളിലേക്ക് പോകുന്നു എന്നറിയുക, പുറത്തേക്ക് വരുന്നു എങ്കിൽ പുറത്തേക്ക് വരുന്നു എന്ന് അറിയുക, ശ്വാസം ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വമാണ് എന്നറിയുക, ദീർഘമാണെങ്കിൽ ദീർഘമാണ് എന്ന് അറിയുക. ഇങ്ങനെ കുറേ സമയം നമ്മൾ കുറേ ദിവസങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് പസംഭയം കായസംഹാരം. അതായത് നമ്മളുടെ ഈ വരുന്ന ശ്വാസത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കണം. അതായത് നമ്മുടെ ലക്ഷ്യം ഈ ശ്വാസമല്ല, ശ്വാസത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്, ശ്വാസത്തിന് മറികടന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ശ്വാസങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കണം. അതായത് ഈ ആനാപാന എന്ന് പറയുന്നത് പ്രാണായാമത്തിന് തീർത്തും വിപരീതമായിട്ടുള്ള ഒരു സാധനയാണ്. ഈ രീതിയിൽ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, അതായത് ടോട്ടൽ ശ്വാസത്തെ അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട്, ശരീരത്തെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ധ്യാനത്തിൽ മുന്നേറും.